ന്യൂസും ഒരു വിലയിരുത്തൽ. മോൻസ് ജോസഫ് MLA കഴിഞ്ഞ 25 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ ഏറെ പിന്നോട്ടടിച്ച വർഷങ്ങളായിരുന്നു ആ വർഷങ്ങൾ. സാധാരണയായി കുറേ വർഷങ്ങൾ ഒരേ മണ്ഡലത്തിൽ ഒരു MLA തന്നെ പ്രതിനിധീകരിച്ചാൽ ആ മണ്ഡലം നന്നായി വരുന്നതായാണ് നാം കണ്ടിട്ടുള്ളത്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് KM മാണി MLA ആയിരുന്നപ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ പാലായിലുണ്ടായ വികസനം. എന്നാൽ 5 തവണ MLA ആയ മോൻസിനെ വിലയിരുത്തുമ്പോൾ മണ്ഡലത്തിൽ എടുത്തു കാണിക്കുവാൻ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഖേദകരം. മോൻസ് ജോസഫ് MLA കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ പാരമ്പര്യം കൂടി പറയണമല്ലോ. കടുത്തുരുത്തി ആപ്പാഞ്ചിറയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മോൻസ് ജോസഫ് തന്റെ പിതാവിന്റെ പാത പിന്തുടരാതെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുകയായിരുന്നു. പിതാവിന് റേഷൻ കടയായിരുന്നു ജീവിതമാർഗം. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് PJ ജോസഫ് അവസരം നൽകി. യൂത്ത് ഫ്രണ്ട് ജെയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ജോസഫ് വിഭാഗം നേതാവായിരുന്ന O ലൂക്കോസിനെ വെട്ടി ആദ്യവട്ടം കടുത്തുരുത്തി സീറ്റ് ലഭിക്കുന്നത്. അന്ന് മത്സരിച്ചതാകട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു. എതിരെ മത്സരിച്ചത് ജേക്കബ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി PM മാത്യു, മാണി വിഭാഗം റിബൽ സ്ഥാനാർത്ഥിയായി PC തോമസ് ex-MLA-മായിരുന്നു. UDF വോട്ടുകൾ സ്പ്ലിറ്റ് ആയപ്പോൾ മോൻസ് ജോസഫ് 1996 അവിടെ ആദ്യവട്ടം വിജയിച്ചു കയറി. 2001 നടന്ന ഇലക്ഷനിൽ സ്റ്റീഫൻ ജോർജിനെ ഇറക്കി KM മാണി കടുത്തുരുത്തി തിരിച്ചുപിടിച്ചു. പരാജയപ്പെട്ട മോൻസ് എന്നാൽ മണ്ഡലത്തിൽ പ്രവർത്തനം തുടരുന്നു. ആദ്യവട്ടം MLA ആയ മോൻസ് മണ്ഡലത്തിൽ ഒന്നും ചെയ്തിരുന്നില്ല. വളരെ ദയനീയ പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട മോൻസ് പിന്നീട് കല്യാണം തുടങ്ങിയവ ഒരെണ്ണം പോലും വിടാതെ പങ്കെടുത്ത് മണ്ഡലത്തിൽ സജീവമായി. ആദ്യം MLA ആയ സ്റ്റീഫൻ ജോർജും വമ്പിച്ച പരാജയമായിരുന്നതിനാൽ മോൻസിന് പിന്നീട് നടന്ന ഇലക്ഷൻ എളുപ്പമായി. 2000 വോട്ടിനാണ് അത്തവണ മോൻസ് LDF-ന് വേണ്ടി മണ്ഡലം തിരിച്ചുപിടിച്ചത്. സ്റ്റീഫൻ ജോർജ് MLA ആയിരുന്നപ്പോഴാണ് കടുത്തുരുത്തി ബൈപ്പാസ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. സ്റ്റീഫൻ കൊണ്ടുവന്നതായതിനാൽ മോൻസ് ആ പദ്ധതി വെട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്ത്രിയായ PJ ജോസഫിന് വിവാദമായ വിമാന പീഡന ആരോപണത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം നഷ്ടമായത്. പിന്നീട് വന്ന കുരുവിളയും അഴിമതി കേസിൽപ്പെട്ടപ്പോൾ മോൻസ് ജോസഫ് മന്ത്രിയായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ അദ്ദേഹം അന്ന് കുറച്ച് വഴികൾ ടാർ ചെയ്തു നന്നാക്കി എന്നത് സത്യമാണ്. യഥാർത്ഥത്തിൽ അതുമാത്രമാണ് കടുത്തുരുത്തിയിൽ അദ്ദേഹം നടത്തിയ ഏക വികസനം. എന്നാൽ അത് ഇടതുമുന്നണിയുടെ പൊതുമിനിമം പരിപാടിയിൽപ്പെട്ട പദ്ധതി കൂടിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് മണ്ഡല പുനർനിർണയം വന്നപ്പോൾ പാലായിലെ 4 പഞ്ചായത്തുകൾ കടുത്തുരുത്തിയോട് കൂട്ടിച്ചേർത്തപ്പോൾ കേരള കോൺഗ്രസ് M സ്വാധീന മേഖലയായി കടുത്തുരുത്തി മാറിയിരുന്നു. ജോസ് കെ മാണിയെ കടുത്തുരുത്തിയിൽ മത്സരിപ്പിക്കാനായിരുന്നു KM മാണിയുടെ പദ്ധതി. എന്നാൽ 2009 പാർലമെന്റ് ഇലക്ഷനിൽ ജോസ് ജയിച്ചതോടുകൂടി കടുത്തുരുത്തി സീറ്റിൽ ആരെന്നുള്ള ചോദ്യം ഉയർന്നു വന്നു. സ്റ്റീഫൻ ജോർജിനെ അന്ന് KM മാണിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് ലയനതന്ത്രവുമായി മോൻസ് കളത്തിലിറങ്ങിയത്. മാണി ജോസഫ് ലയനം നടന്നതോടുകൂടി 2011-2016 വർഷങ്ങളിൽ മോൻസ് വൻ ഭൂരിപക്ഷം നേടി വിജയിച്ചു. വീണ്ടും 2020 മാണിയുടെ മരണശേഷം മോൻസ് കേരള കോൺഗ്രസ് M വിട്ട് PC തോമസ് വിഭാഗത്തിൽ ലയിച്ചു. ആ തവണ മത്സരിച്ച സ്റ്റീഫൻ ജോർജിനെ 4000 വോട്ടിന് തോൽപ്പിച്ച് മോൻസ് വീണ്ടും MLA ആയി. അങ്ങനെ തുടർച്ചയായി 20 വർഷം MLA ആയിട്ടും കടുത്തുരുത്തിയിൽ എന്ത് കൊണ്ടുവന്നു? ഇപ്പോഴും ടൗണിൽ മുടിഞ്ഞ ട്രാഫിക് ആണുള്ളത്. ഒരു ബസ് വേ ഇല്ലാത്ത സ്ഥലമാണ് കടുത്തുരുത്തി. 2 സൈഡിലും ബസ് സ്റ്റോപ്പ് ഉള്ളതിനാൽ നീണ്ട 2 കിലോമീറ്റർ ഗതാഗത തടസ്സമാണ് മിക്കപ്പോഴും ഉണ്ടാകുന്നത്. ബൈപ്പാസ് നിർമ്മാണം എങ്ങും എത്തിയിട്ടുമില്ല. സർക്കാരിന്റെ ഒരു പദ്ധതി പോലും ആ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ മോൻസിന് സാധിച്ചിട്ടില്ല. സർക്കാർ സ്കൂളുകളിൽ നല്ല സൗകര്യം ഒരുക്കുന്നതിൽ പൂർണ്ണ പരാജയം. കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി പോലും ഒന്നും ചെയ്തിട്ടില്ല. അവസാനം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്താണ് ഹോസ്പിറ്റലിന് ഫണ്ട് അനുവദിച്ചത്. ജ്ഞാനായ ബെൽറ്റായ ഉഴവൂർ വെളിയന്നൂർ ഭാഗം പണ്ടേ ഉപേക്ഷിച്ച അദ്ദേഹം ആകെ ചെയ്യുന്ന പരിപാടി കല്യാണം കൂടുക മാത്രമാണെന്നതാണ് ശത്രുപക്ഷം ആരോപിക്കുന്നത്. ജോസ് കെ മാണി MP കൊണ്ടുവന്ന സയൻസ് സിറ്റിക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ മണ്ഡലത്തിലെ ജനങ്ങളെ കല്യാണം കൂടി ചിരിച്ചു കാണിച്ചു പറ്റിക്കുന്ന ഏർപ്പാടല്ലാതെ മറ്റ് എന്താണ് അദ്ദേഹം കടുത്തുരുത്തിയിൽ കൊണ്ടുവരുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. കോൺട്രാക്ട് അസോസിയേഷൻ തലപ്പത്തിരുന്ന് കോടികൾ സമ്പാദിച്ചു കൂട്ടുന്നു എന്ന് ശത്രുക്കൾ പറയുന്നുമുണ്ട്. അതൊക്കെ പോട്ടെ, ജനത്തിനും കൂടി എന്തേലും ഉപകാരം വേണ്ടേ? പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ വഴികൾ, ഒരു മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കുറവിലങ്ങാട് പട്ടണം, അല്ല എന്താണ് ശരിക്കും അങ്ങയുടെ ഉദ്ദേശം? ഇങ്ങനെ കല്യാണരാമനായി ഉണ്ടുറങ്ങി നടന്നാൽ മതിയോ? അടുത്ത ഇലക്ഷന് മുൻപെങ്കിലും എന്തെങ്കിലുമൊക്കെ നാടിനു വേണ്ടി ചെയ്യണ്ടേ?